സോ റിലയബിലിറ്റിയും ആ ഒരു ട്രസ്റ്റബിലിറ്റി ഒക്കെ കാരണം ഫോർച്യൂണർ എടുക്കുകയും വേണം. പക്ഷെ ഈ രണ്ട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് എടുക്കാനൊരു ചെറിയൊരു ഇതും, അപ്പൊ അതങ്ങ് സോൾവ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതിൻ്റെതായ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. നമ്മൾ റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ ബ്രേക്കിംഗ് പ്യുവർലി ഗിയർ ബ്രേക്കിംഗ് കുറവാണ്. ടൊയോട്ട വെഹിക്കിൾസിന് ഗിയർ ബ്രേക്കിംഗ് കുറവാണ്. ബ്രേക്ക് പാഡ്സ് മാത്രം ഇതിന്റെ കുറച്ച് കോസ്റ്റ്ലിയർ ആണ്. എല്ലാവരും പറയാറുണ്ട് ടയേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്യൂൽ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കുറയുമെന്ന് എല്ലാവരും പറയാറുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. എന്താ വണ്ടിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത് അല്ലേ? അതെ, ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫോർച്യൂണർ കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഒരു 4x4 ഫോർച്യൂണറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ കൂടുതൽ റിവ്യൂസ് വന്നിട്ടുള്ളൊരു വെഹിക്കിളാണ് ഫോർച്യൂണർ എന്നുള്ളത്. അതുപോലെ തന്നെ താർ റോക്സും ഒക്കെ ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് അത് കൂടുതൽ ചെയ്യുന്നതെന്നുള്ളത്. കാരണം കൂടുതൽ ആളുകൾക്ക് അറിയണമെന്ന് താല്പര്യമുള്ള പലരുടെയും പല എക്സ്പീരിയൻസ് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണാറുള്ളത്. അതുകൊണ്ട് നമ്മൾ റീസെൻ്റ്ലി ഒരു ലെജൻഡർ 2024 ലെജൻഡർ ചെയ്തതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കൊണ്ടുവരുന്ന ഒരു 2017 മോഡൽ 4x4 ഫോർച്യൂണറാണ്. ഡീസലാണ് ഒബ്വിയസ്ലി. സോ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും വണ്ടിയിൽ കുറച്ച് മോഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാലേ മനസ്സിലാകുമോ എന്നറിയില്ല, പക്ഷേ ഇത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. പുറത്തുനിന്ന് സൈഡിൽ നിന്നൊക്കെ നോക്കി നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഫ്രെയിമിൽ നിന്ന് എന്തുമാത്രം മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതിൻ്റെ ടയർ അപ്ഗ്രേഡ്സും സസ്പെൻഷൻ അപ്ഗ്രേഡ്സും മറ്റ് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള വെഹിക്കിളാണ് ഈ കിടക്കുന്നത്. സോ നമ്മുടെ ഈ വീഡിയോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ അപ്ഗ്രേഡ്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, എന്തുമാത്രം കംഫർട്ട് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്താൽ മൈലേജ് കുറയും, ഫ്യൂൽ എഫിഷ്യൻസിയിൽ എല്ലാവരും കൺസേർഡ് ആയിരിക്കുമല്ലോ, പിന്നെ വേറെ റിലയബിലിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും വരുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ചോദിക്കാനുള്ളത്. നോർമൽ ഫോർച്യൂണർ റിവ്യൂ പോലെ ആയിരിക്കില്ല. സോ നമുക്ക് കടക്കാം. ഇതിൻ്റെ യൂസർ നെയിം റീസെൻ്റ്ലി ഉള്ള നമ്മുടെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ്. നമ്മളൊരു ഇലക്ട്രിക് കാർ കൊണ്ടാണ് ആ വീഡിയോ ചെയ്തതെങ്കിലും അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇന്ന വണ്ടിയുടെ ചെയ്യുമോ എന്നുള്ള കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അതിൽ ഒരു വണ്ടിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ഡോക്ടർ മഹേഷ്. സോ വെൽക്കം ബ്രോ, ഡോക്ടർ മഹേഷ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ക്രെറ്റ EVയുടെ യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് ചാനൽ കണ്ടിട്ടുണ്ട്, എങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഞാൻ ഡോക്ടർ മഹേഷ്, തിരുവല്ലയാണ് വീട്. അന്ന് പറഞ്ഞായിരുന്നല്ലോ ക്രെറ്റയുടെ EV ആയിട്ട് നെഫ് വീഡിയോയ്ക്ക് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പം നെഫ് ഇങ്ങനെ അന്നേ ഇങ്ങനെ ഫോർച്യൂണർ കണ്ടപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് എക്സ്പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു എന്നോട്. അതെ, അതുപോലെ മറ്റ് കുറച്ച് ഒരു VRSും ഒരു 3 സീരീസും ഒക്കെയാണ് മറ്റ് കാസ്. സോ ആ ഗരാജിലുള്ളതിലെ ഏറ്റവും ബിഗ് വെഹിക്കിൾ എന്ന് പറയാതിനെ അല്ലേ, ഒരു പ്രോപ്പർ ഫുൾ സൈസ് SUV ആണ് ഈ കിടക്കുന്നത് നമ്മുടെ നാട്ടിലെ. ആ ഒരു ബിഗ് സൈസ് SUV നോക്കിയപ്പോൾ ഫോർച്യൂണറിലേക്ക് എങ്ങനെ വന്നു എന്ന് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം. അങ്ങനെ തന്നെ തുടങ്ങാം. ആക്ച്വലി എനിക്ക് കുറച്ച് വർഷം മുമ്പ് ഒരു കിയ സെൽറ്റോസ് ഉണ്ടായിരുന്നു. അപ്പം അതൊരു മിഡ് XUV ആണല്ലോ. അപ്പം പ്രോപ്പർ SUV എന്ന് പറയാൻ പറ്റത്തില്ല, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ നമുക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അന്ന് ആ വണ്ടി കൊടുക്കുമ്പോഴേ എനിക്ക് വീട്ടിലാർക്കും ഇഷ്ടമില്ല, നല്ല വണ്ടിയായിരുന്നു കൊടുക്കണ്ടായിരുന്നു എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അത് കൊടുക്കുമ്പോഴേ ആക്ച്വലി ഒരു പ്രോപ്പർ SUV എന്നുള്ളൊരു സാധനം വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് തൊട്ടേ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രോപ്പർ SUV എന്ന് പറഞ്ഞൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ മറ്റേ കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എന്നിട്ട് വീഡിയോ കാണാം. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള യൂസ്ഫുൾ കുറേ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് 2 വീലേഴ്സ് ആൻഡ് 4 വീലേഴ്സിൻ്റെ എല്ലാം കാണാനായിട്ട് സാധിക്കും. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം. ചെയ്തോ? ഓക്കെ, വാ. അപ്പം ഞാനിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എടുത്തപ്പം നമ്മുടെ നാട്ടിലിപ്പം പ്രോപ്പർ SUV എന്ന് പറയാനായിട്ട് ഇപ്പം എന്താ നമ്മളെല്ലാം കേട്ടിട്ട് വർഷങ്ങളായിട്ട് കേൾക്കുന്ന രണ്ട് പേരുകളാണ് ഫോർച്യൂണറും എൻഡേവറും. ഇത് രണ്ടേ ഉള്ളൂ. SUV എന്ന് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു 4 വീൽ ഡ്രൈവ് എന്ന് പറയാം. ആക്ച്വലി 4 വീൽ ഡ്രൈവ് വന്നാലേ ഒരു SUV കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് വെഹിക്കിൾ ഓപ്ഷൻസ് ആണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഓൺ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വർഷങ്ങളായിട്ട്. പിന്നെ എനിക്ക് ഓഫ് റോഡും നമ്മുടെ ഈ കുട്ടിക്കാനം ആ സൈഡ് ഹൈറ്റ്, മഞ്ഞ്, മല, അതൊക്കെ കുറച്ചൊരു ഇഷ്ടമായിട്ടുള്ളതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ഡ്യൂട്ടിന്ന് വീക്കെൻഡ്സ് മാത്രമേ ഫ്രീ കിട്ടാറുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു പീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ഓഫ് റോഡ് ഹൈ റേഞ്ചിൽ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നോർമൽ വെഹിക്കിൾസുമായിട്ട് നമ്മൾ പോകുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഒന്നെങ്കിൽ അടി ഇടിക്കും, അല്ലെങ്കിൽ കയറ്റം കയറുമ്പോഴത്തേക്ക് നമ്മളെവിടെ സ്റ്റക്കാവും. അപ്പം
ഒരു പ്രോപ്പർ SUV ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അങ്ങനെ എന്തായാലും 4x4 തന്നെ വേണം തീരുമാനിച്ചു. സോ അതിൽ താർ ഓപ്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇത് തന്നെ മതിയെന്ന് വെച്ചു. ടൊയോട്ട വേണമെന്ന് വെച്ചതിന്റെ കാരണം ട്രസ്റ്റബിലിറ്റി. ടൊയോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് വേൾഡ് വൈഡ് അറിയാമല്ലോ. ഇപ്പം ഗൾഫുകാരാണെങ്കിലും ആരാണെങ്കിലും, എൻ്റെ ഫാദർ ഒരു ടൊയോട്ടയുടെ ഭയങ്കര ഫാനാണ്. പുള്ളി ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് പുള്ളി ടൊയോട്ടയുടെ ഫാനാണ്. ആഫ്റ്റർ ഓൾ ഫോർച്യൂണറിൽ ഒരു ഡെഫിഷ്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബോഡി റോളും ബ്രേക്കിങ്ങും റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു വെഹിക്കിളാണ്. സോ അതാണ് എൻഡെവറിലോട്ട് പോകാതെ ടൊയോട്ടയിലോട്ട് കാരണം. ഓക്കെ, പക്ഷേ കുറച്ച് ഫ്രണ്ട്സിൻ്റെ എൻഡെവറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് പിന്നീട് ചോദിക്കാം. അതിന് മുന്നേ വണ്ടി സോഴ്സ് ചെയ്തു, വണ്ടിയിൽ കുറച്ച് എക്സ്ട്രാ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ നമുക്ക് പിന്നെ പറയാം. എന്തൊക്കെയാണ് ചെയ്തതെന്ന് ആദ്യം എന്ന് പറയാം. ആക്ച്വലി വണ്ടി എടുക്കുമ്പോൾ നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിലായിരുന്നു വണ്ടി. സ്റ്റോക്ക് കണ്ടീഷനിലെന്ന് പറഞ്ഞാൽ വണ്ടി പ്രോപ്പർ 4-wheel ഡ്രൈവ് എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ എക്സ്ട്രാ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഫോർച്യൂണറിൽ ഒരു ഡെഫിഷ്യൻ്റായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബോഡി റോളും ബ്രേക്കിങ്ങും. അപ്പം ഈ 2 ഇഷ്യൂസാണ് എനിക്ക് ഇതിൻ്റെ അകത്തൊരു സെക്കൻഡ്. നമുക്ക് തിരിച്ചു വരാം. എന്തൊക്കെ മോഡ്സ് ആണ് ചെയ്തത്? ഫോർച്യൂണർ എടുത്തപ്പം ഈ പറഞ്ഞല്ലോ, എൻഡേവറിൻ്റെ കാര്യം ചോദിച്ചല്ലോ. എൻഡേവർ ഫോർച്യൂണറും തമ്മിൽ എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, കംഫർട്ട് വൈസ് എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കംഫർട്ടും ബ്രേക്കിങ്ങിലും നമ്മുടെ ഫോർച്യൂണർ കുറച്ചും കൂടെ കമ്പയർഡ് ടു എൻഡെവർ ബാക്ക്വേർഡ്സ് ആണ്. ഓക്കെ, അപ്പം ഇതൊന്ന് ചേഞ്ച് ചെയ്തെടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ റിലയബിലിറ്റിയും ആ ഒരു ട്രസ്റ്റബിലിറ്റി ഒക്കെ കാരണം ഫോർച്യൂണർ എടുക്കുകയും വേണം. പക്ഷേ ഈ 2 പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് എടുക്കാനൊരു ചെറിയൊരു ഇതും, അപ്പൊ അതങ്ങ് സോൾവ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടത്തില്ലല്ലോ, റിലയബിലിറ്റിയും ട്രസ്റ്റബിലിറ്റിയും ഹാൻഡ്ലിങ്ങും എല്ലാം കൂടെ. ഈ 2 കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു സസ്പെൻഷൻ അപ്ഗ്രേഡ്സ് ആണ് ചെയ്തത്. സസ്പെൻഷൻ അപ്ഗ്രേഡ്സും ചെയ്തു. പിന്നെ വീൽസ് ആണെങ്കിലും ലൈറ്റ് വെയിറ്റ് വീൽസും അതിൻ്റെ കൂടെ ടയേഴ്സ്, മിഷ്ലിൻ്റെ ടയേഴ്സും അപ്ഗ്രേഡ് ചെയ്തു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം ചെയ്തിരിക്കുന്നത്. സോ സസ്പെൻഷൻ ഏതിൻ്റെ ആയിരുന്നു? സസ്പെൻഷൻ ഒരു ജാപ്പനീസ് കമ്പനി തന്നെയാണ്, KYB എന്ന് പറഞ്ഞിട്ടൊരു ജാപ്പനീസ് കമ്പനിയുടെയാണ്. ഇവിടുന്ന് സോഴ്സ് ചെയ്തതൊക്കെയാ? അത് ഡൽഹിയിൽ നിന്ന് വരുത്തിച്ചതാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കൊച്ചിയിൽ, പുള്ളി ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. പോർട്ടഡ് വീൽസ് പുള്ളിയാണ് ഇത് നമുക്ക് ചെയ്തു തന്നെ ഫുള്ള്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീൽസ് ഏതിൻ്റെ? വീൽസ് റേസ് എന്ന് പറഞ്ഞിട്ട്, റേസ് RE30 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഇത് ലൈറ്റ് വെയിറ്റ് വീൽസ് ആണ്. നോർമൽ വീൽസിനെക്കാട്ടി, നമ്മുടെ സ്റ്റോക്ക് വീൽസിനെ കാട്ടി വെയിറ്റ് കുറവാണ്. അപ്പോൾ വെയിറ്റ് കുറയുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ബ്രേക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്യും, കംഫർട്ടും കൂടും. 4 വീലിൻ്റെയും ആ ഒരു വലിയ വെയിറ്റ് കുറഞ്ഞിരിക്കും. ഓക്കെ, സോ ടയേഴ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മിഷ്ലിൻ്റെ ടയേഴ്സ് ആണ് ഇട്ടേക്കുന്നത്. നമ്മൾ സ്റ്റോക്ക് ടയേഴ്സിനെ കാട്ടി, സ്റ്റോക്കിൽ ബ്രിഡ്സ്റ്റോൺ ആയിരുന്നു കിടന്നത്. മിഷ്ലിൻ്റെ ടയേഴ്സ് കുറച്ചും കൂടെ ഹാൻഡ്ലിങ് കൂടുതലാണ്, ബ്രേക്കിംഗ് കൂടുതലാണ്, കുറച്ചുകൂടെ ഹാൻഡ്ലിങ് കൂടുതൽ. മിഷ്ലിൻ്റെ LTX എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണിത്. അത്യാവശ്യം നല്ല ടയേഴ്സ്, നല്ല ബ്രേക്കിംഗ്, നല്ല ഇമ്പ്രൂവ് ആയിട്ട്. ഓക്കെ, സോ സ്പേസർ ഒന്നിട്ട് പുറത്തോട്ടാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സോ വണ്ടിക്ക് വീലാർച്ചിനുള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. സോ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ലീഗൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അപ്ഗ്രേഡ്സ് ചെയ്തേക്കുന്നത്. പ്യുവർലി വണ്ടിയുടെ കംഫർട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള മാത്രമാണ് ഇതിന് ഉദ്ദേശം ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പെൻസ് ചോദിക്കുകയാണെങ്കിൽ എന്തുമാത്രമായിരിക്കും ഒരു സസ്പെൻഷൻ അപ്ഗ്രേഡ്? എക്സ്പെൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ സസ്പെൻഷന് ആക്ച്വലി ഒരു 1.3 lakhs ആയി ഏകദേശം. ഇതിൻ്റെ അകത്ത് 4 കോയിൽ സ്പ്രിങ്സും ഡാമ്പേഴ്സും ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് അപ്ഗ്രേഡ്സ് വരുന്നുണ്ട്. ഇപ്പോൾ KYB എന്ന് പറയുന്ന കമ്പനി, പിന്നെ ടീൻ എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് കമ്പനീസ് ഉണ്ട്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നില്ല. ഇതിൻ്റെ ജസ്റ്റ് ഒരു സ്പ്രിങ്ങും അതിൻ്റെ ഡാമ്പേഴ്സും മാത്രമേ അപ്ഗ്രേഡ്സ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റോക്ക് സാധനങ്ങൾ തന്നെ. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സസ്പെൻഷൻ അല്ല ഇത്. കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. വേറെ കമ്പനീസ് ചിലതൊക്കെ 2 lakhs 2+ ഒക്കെ, ഈ ടീ എന്ന് പറയുന്ന സസ്പെൻഷനൊക്കെ കുറച്ചുകൂടി പ്രൈസ് ആയിരം. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ ചീപ്പ്
ആണ്, കുറച്ചും കൂടെ കംഫർട്ട് വൈസും ബെറ്റർ ആണ്, ഹാൻഡ്ലിംഗ് വൈസും ബെറ്റർ ആണ്. ഓക്കെ. സസ്പെൻഷൻ ഇത് KYB എന്ന് പറഞ്ഞ ജാപ്പനീസ് കമ്പനി ആയതുകൊണ്ട് ഈ മലേഷ്യയിലും തായ്വാൻ, ജാപ്പാനിലൊക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒക്കെ റിവ്യൂസ് ഒരുപാട് പേരുടെ നമ്മൾ ഓൺലൈനൊക്കെ നോക്കുമ്പോൾ കാണാം. കാരണം ഇത് ടൊയോട്ടയ്ക്ക് വേണ്ടി തന്നെ ഡിസൈൻഡ് ആയിട്ടുള്ള ഈ ടൊയോട്ട ഫോർച്യൂണർ, ഹൈലക്സ് ഇങ്ങനത്തെ വെഹിക്കിൾസിന് വേണ്ടി തന്നെ ഇവര് കമ്പനി ഇറക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആണ്. അതൊന്നും വലിയ കോംപ്ലിക്കേഷൻ ഇല്ലായിരുന്നോ? കോംപ്ലിക്കേഷൻ ഇല്ല, ഒരു ദിവസത്തിൽ തന്നെ ചെയ്ത് കിട്ടിയായിരുന്നു. എവിടെയാണ് ചെയ്യിച്ചതൊക്കെ? കൊച്ചിയിൽ ഞാൻ പറഞ്ഞില്ല, പോർട്ടഡ് വീൽസ് എൻ്റെ ഫ്രണ്ടിന്റെ അവിടെ തന്നെ ചെയ്യിച്ചു. പിന്നെ ടയേഴ്സ് മിഷ്ലിന്റെ ആണ്. അതെ, മിഷ്ലിന്റെ ടയേഴ്സിന് പൊതുവേ പ്രൈസ് കൂടുതലാണ്. അപ്പം പക്ഷെ നമ്മൾ എപ്പോഴും ടയേഴ്സ് വാങ്ങുമ്പോൾ നമ്മൾ പ്രൈസ് എപ്പോഴും നോക്കും. നമ്മൾ വിചാരിക്കും കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞ പോലെ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മളെപ്പോഴും ഈ ടയേഴ്സിൻ്റെ പുറത്തല്ലേ നമ്മുടെ ലൈഫ് ഇരിക്കുന്നത്. ആക്ച്വലി ബ്രേക്കിംഗ് എന്ന് പറയുന്ന സംഭവങ്ങളും ഹാൻഡ്ലിങ്ങും, ഇപ്പോൾ ഒരു വളവെടുക്കുമ്പോൾ ഒരു കേവ് കയ്യിൽ നിന്ന് വണ്ടി പോകാതിരിക്കുക, ഇതെല്ലാം ഈ ടയറിൻ്റെ പുറത്താണ് നമ്മുടെ ലൈഫ് ഇരിക്കുന്നത്. ഭൂമിയുമായിട്ട് കോണ്ടാക്ട് ഉള്ള വണ്ടിയുടെ ഒരു ഭാഗമാണ് ടയറാണ്. അപ്പം അതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ പറഞ്ഞാൽ അതിൽ നമ്മൾ ലാഭിക്കാൻ പാടില്ല. കാരണം നമ്മൾ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ടയേഴ്സിൽ നമ്മൾ ലാഭിക്കാൻ പാടില്ല. അത് ഏറ്റവും നല്ലത് തന്നെ യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത്. ഈ ടയേഴ്സിന് ഏകദേശം ഒരു ടയറിന് തന്നെ 20,000 വെച്ച് ആയിട്ടുണ്ട്. 4 ടയേഴ്സും കൂടെ ഏകദേശം 1 lakhന്റെ അടുത്തായിട്ടുണ്ട്. ഓക്കെ. പിന്നെ വീൽസും അതേപോലെ തന്നെ വീൽസും അതെ, വീൽസ് ഈ റേസിന്റെ വീൽസ് ആണ്. 1 lakh ഏകദേശം 1 lakh പ്ലസ് പോയിട്ടുണ്ട്. ഓക്കെ. സോ ഇത്രയും പുറത്തുനിന്ന് വിസിബിൾ ആയിട്ടുള്ള അപ്ഗ്രേഡ്സ് ആണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ അൺവാണ്ടഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, ആകെ യൂസ്ഫുൾ ആയിട്ടുള്ള മാത്രമേ ഇതിന് ചെയ്തിട്ടുള്ളൂ. പിന്നെ ജിആറിന്റെ ബമ്പേഴ്സ് മാത്രം ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ബമ്പേഴ്സ്, സ്പോയിലർ മാത്രം ജിആറിന്റെ ചെയ്തിട്ടുണ്ട്, അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ ജിആറിന്റെ വെഹിക്കിൾസ് നമുക്ക് 70 lakhs വരും ഓൺ റോഡ്. അതെ. അപ്പം അതിൽ ആകപ്പാടി എനിക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഡിഫറൻസ് വരുന്നുള്ളൂ. ചെറിയൊരു ലുക്ക് വൈസ് ചെറിയൊരു ഡിഫറൻസ്. ഓവർ പ്രൈസ്ഡ് ആണ് ജിആറിന്റെ വെഹിക്കിൾ വരുമ്പോഴത്തേക്ക് 70 ലക്ഷം വരും. ഇപ്പൊ ഡിഫൻഡർ ഒക്കെ 80 lakhs താഴെ വരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഡിഫൻഡറും ഫോർച്യൂണറും ഒരേ പ്രൈസ് ടാഗിൽ വെക്കുന്നതൊക്കെ ഓർത്ത് വയ്ക്കും എന്തായിരിക്കും അല്ലേ. ഓക്കെ. ഫ്രണ്ടിൽ നിന്ന് കാണുന്നതിലും ഭംഗി ഈ ഒരു ആംഗിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യുക. നല്ലൊരു മനോഹരമായ സ്ഥലമാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളൊക്കെ കിടക്കുന്നു. നിങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതുപോലെ നല്ല ലൊക്കേഷൻസ് വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒന്നും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞങ്ങൾ വന്നപ്പോൾ കണ്ടപ്പോൾ തോന്നിയ ഒരു വിഷമമായിരുന്നു, ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സോ ബാക്കി അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണ് ഇതിൽ? നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് ഒരു 2 ഇഞ്ച്, ഈ സസ്പെൻഷന് 2 ഇഞ്ച് ഹൈറ്റ് എക്സ്ട്രാ കിട്ടും നമുക്ക്. ഓക്കെ. 2 ഇഞ്ച് ലിഫ്റ്റ് ഉണ്ട് ഇതിന്. അപ്പം നമ്മൾ ഈ മെയിനായിട്ട് ഇതിൻ്റെ ഈ സസ്പെൻഷൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഓഫ് റോഡേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ മലയും അങ്ങനെ ഹൈ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പം തന്നെ ഇത് കയറ്റി നിർത്തിയേക്കുന്ന അത്യാവശ്യം ഹൈറ്റിലാണ് ഇപ്പം നിർത്തിയത്. കാറുകൾ കയറാത്ത സ്ഥലമാണ് ഇത്. വീഡിയോയിൽ ഈ വണ്ടി കിടക്കുന്നതുകൊണ്ട് സിമ്പിൾ ആണെന്ന് തോന്നും. അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് ലിഫ്റ്റ് ഈ സസ്പെൻഷന് വരുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് നോർമൽ കാസിൽ കയറുന്നതിനെ കാട്ടി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പോൾ നമ്മുടെ അമ്മമാർക്കും ഒക്കെ പ്രായ ആൾക്കാർക്കൊക്കെ നമ്മളെങ്ങനെയും കയറും, പക്ഷേ പ്രായ ആൾക്കാർക്ക് കയറാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓപ്പൺ ചെയ്ത്, അപ്പോൾ നമുക്ക് ഇതിൽ ചവിട്ടി കയറാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് നിൽക്കത്തില്ല, ഇത് താഴേക്ക് അങ്ങ് ബോഡിയുടെ ഒരു പാർട്ടായിട്ട് അങ്ങ് പോകും. എവിടെയും തട്ടാനോ മുട്ടാനോ ഒന്നും നിൽക്കത്തില്ല. നോർമൽ ഫുഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുമല്ലോ, അപ്പം ഇതങ്ങ് ക്ലോസ് ആയിട്ട് അങ്ങ് പോകും. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജിആറിന്റെ സ്പോയിലേഴ്സ്, അത് ഈ കിറ്റിന്റെ കൂടെ വരുന്നതാണ്. ജിആർ സ്പോയിലേഴ്സ് മാറ്റി ലൈറ്റ് ആയിട്ട് ഒരു കൂളിംഗ് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. ഏതിന്റെയാണ് ബ്രാൻഡ്? ഇത് ഗാർവേറിന്റെ ആണ്. ബ്ലാക്ക് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഡാർക്ക് ആയതുകൊണ്ട് കൂളിംഗ് കുറച്ച് ഡാർക്ക് ആയിട്ട് തോന്നും. ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് അകമൊക്കെ ബ്ലാക്ക് ആയതുകൊണ്ട് ഇന്റീരിയേഴ്സ് ഞാൻ കുറച്ച് ഇതാക്കിയിട്ടുണ്ട്, കുറച്ച് കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇന്റീരിയേഴ്സ് ഇല്ല, യൂഷ്വലി ഫോർച്യൂണറിന് ഇന്റീരിയേഴ്സ് എല്ലാം ഒരു ബേജ് കളറാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ ഫുൾ ഇന്റീരിയർ റൂഫെല്ലാം ഒന്ന് ബ്ലാക്ക് ആക്കി. ബേജിനോട് താല്പര്യമില്ല? ബേജിനോട് എനിക്ക് ബേസിക്കലി താല്പര്യം. പിന്നെ കോട്ടിങ് ചെയ്തിട്ടില്ല? കോട്ടിങ് ഗ്രഫീൻ കോട്ടിങ് ചെയ്തു. ഇത്രയും ബ്ലാക്ക് നമ്മൾ ഓഫ് റോഡ് ഒക്കെ പോകുമ്പോൾ വരയൊക്കെ വീലുള്ള ചാൻസസ് കൂടുതലാണ്. അതിന്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ. കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഫോർച്യൂണർ പോലെ വലിയ ഇതില്ല, ചെറിയൊരു ടയേഴ്സിന്റെ വ്യത്യാസം മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ എത്ര കോസ്റ്റ് ആയിട്ടുണ്ട് ഇതിനെല്ലാം കൂടെ? കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി എല്ലാം കൂടെ പറയുകയാണെങ്കിൽ ഒരു 5 lakhs റേഞ്ച് വന്നിട്ടുണ്ട്. അത്രയും അപ്ഗ്രേഡ്, അത്രയും സ്പെൻഡ് ചെയ്തപ്പോൾ എന്തുമാത്രം കംഫർട്ട് കിട്ടി, അതായത് ഇതൊക്കെ എന്തുമാത്രം വേർത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്?
എനിക്ക് നല്ല വേർത്തിട്ടായിട്ടാണ് തോന്നിയത്. കാരണം ഇത് നമ്മളിപ്പോൾ നോർമലി ഈ വണ്ടി നമ്മൾ ഈ അപ്ഗ്രേഡ്സ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം എനിക്ക് 1-2 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഈ ടൊയോട്ടയുടെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എൻഡേവറിൻ്റെ ഒന്നും കൂട്ടുള്ള ഗിയർ ബോക്സ് അല്ല, വളരെ സിമ്പിൾ മെക്കാനിസം, അതുകൊണ്ട് ഇതിൻ്റെ ലൈഫും കൂടുതലാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ ഇത് നോർമലി നമ്മൾ അത്യാവശ്യം നല്ല ഹൈ സ്പീഡിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സഡൻ ബ്രേക്കിംഗ് കിട്ടത്തില്ല. ഇതിൻ്റെ ബ്രേക്കിംഗ് പ്യുവർലി ഗിയർ ബ്രേക്കിംഗ് കുറവാണ്. ടൊയോട്ട വെഹിക്കിൾസിന് ഗിയർ ബ്രേക്കിംഗ് കുറവാണ്. അപ്പം ഇതിൻ്റെ ബ്രേക്കിംഗ് മെയിൻലി നമ്മുടെ ബ്രേക്ക് പാഡ്സും ടയറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം 1-2 ഇൻസിഡൻസിൽ ഇതുപോലെ ഫ്രണ്ടിലെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കൊക്കെ സഡൻ ബ്രേക്ക് ഇട്ടപ്പം വണ്ടി പെട്ടെന്ന് നിൽക്കാത്ത പോലെ ഒന്ന് തട്ടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട് 1-2 തവണ. പിന്നെ അതുപോലെ തന്നെ ഈ ബോഡി റോള് കൂടുതലാണ് സ്റ്റോക്ക് കണ്ടീഷൻ. അതാണ് നമ്മുടെ എൻഡേവറുമായിട്ടുള്ളൊരു വലിയ ഡിഫറൻസ്. അത്യാവശ്യം നല്ല ടൊയോട്ട എല്ലാവരും പറയാറുണ്ട്, എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ടാവും, ഈ നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പം ബോഡി റോള് കൂടുതൽ പ്രായമായ ആൾക്കാർ എസ്പെഷ്യലി വണ്ടിക്കകത്തുണ്ടെങ്കിൽ ബോഡി റോളിൽ ഇഷ്യൂ കാരണം അവർക്ക് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ആ ബോഡി റോള് നമുക്കൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നും. നമ്മളിപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോകും, നമ്മൾ ഷോർട്ട് ട്രിപ്സിൽ ഇത് വലുതായിട്ട് അറിയത്തില്ല, ചെറിയ വഴിയൊക്കെ നമുക്ക് കുഴപ്പമില്ല. പ്രത്യേകിച്ച് വളവുള്ള ഇപ്പോൾ ഹൈ റേഞ്ച് ഒക്കെ പോകും ബോഡി റോള് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡിസ്കംഫർട്ട് ആവും. അപ്പം ഈ സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ഒരു 80% വരെ ഈ ബോഡി റോള് മാറി. അതായത് നമ്മളിപ്പോൾ ഒരു കേവ്, നല്ലൊരു കേവ് തന്നെ അത്യാവശ്യം ഒരു സ്പീഡിൽ എടുത്തു കഴിഞ്ഞാൽ പോലും ഈ വണ്ടി കുലുങ്ങത്തില്ല. അത് 2 മോഷൻസ് ആയിരുന്നു ബോഡി റോൾ, ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും, പിന്നെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ടും ബാക്കും, അങ്ങനെ 2 മോഷൻസ് ആണുള്ളത്. ഈ മോഷൻസ് എല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് കൺട്രോളബിൾ ആയി. അതായത് നമ്മളിപ്പോൾ സഡൻ ബ്രേക്ക് ഇട്ടാലും മറ്റേത് വണ്ടി നിന്നുകൊണ്ട് കുലുങ്ങുമായിരുന്നു, ഇപ്പോൾ സഡൻ ബ്രേക്ക് ഇട്ടാലും വണ്ടി അവിടെ നിന്നോളും. കണ്ടിട്ടില്ലേ ഫോർച്യൂണറൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്, പക്ഷെ കാണാനൊക്കെ ഭയങ്കര രസമാണെങ്കിൽ. പഴയ സ്കോർപ്പിയോ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാറിയാം, വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് 2-3 ആന ആടുന്ന ഒരു, അത് എല്ലാവർക്കും ഇഷ്ടമാണ്, കാണാൻ രസമാണ്. പക്ഷെ അകത്തിരിക്കുമ്പോൾ നമുക്കതൊരു ഒത്തിരി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്കംഫർട്ട് ആവും. അപ്പോൾ അതെല്ലാം മാറിക്കിട്ടി. അപ്പോൾ നമ്മൾ ലോങ് ട്രിപ്പ് പോകുമ്പോൾ അതിന് ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും എല്ലാവരും കൂടെ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് മദറിനൊക്കെ തിരിച്ച് വരുമ്പോഴത്തേക്ക് അങ്ങനെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അത് നമുക്ക് അത് ഷോർട്ട് ട്രിപ്പിൽ മനസ്സിലാകത്തില്ല. അത് അത്യാവശ്യം ദൂരം പോയിട്ട് വരുമ്പോൾ നമുക്ക് ആ പഴയ സസ്പെൻഷൻ യൂസ് ചെയ്തപ്പോഴും പുതിയത് അപ്ഗ്രേഡ് ചെയ്തപ്പോഴും പേരൻസിനൊക്കെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊക്കെ സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ക്ഷീണം കുറവുണ്ട്, അങ്ങനത്തെ ഒരു പറഞ്ഞു ഇത്തവണ ക്ഷീണമില്ല യാത്ര ചെയ്തിട്ട്. അപ്പം ഞാനിത് പറയാതിരുന്ന ഇവരുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇപ്പം ഇത്രയും പൈസ മുടക്കിയെങ്കിലും ഉള്ള യൂസ് ഉണ്ടെന്നുള്ളത്. പിന്നെ ടയേഴ്സ് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്രേക്കിംഗ് ടയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം ആ ടയറും വീലും അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നമ്മൾ ഇപ്പം റോഡിലൊക്കെ ഒരു വണ്ടി ഫ്രണ്ടിൽ സഡൻ ബ്രേക്ക് ഇട്ടാൽ ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പം വണ്ടി നമ്മുടെ കാറ് നിൽക്കുന്ന അത്രയും ക്വിക്കായിട്ട് നിൽക്കണമെന്നില്ല, ഇത്രയും വലിയൊരു സാധനം വെയിറ്റ് ഉള്ളതുകൊണ്ട്. അപ്പം അതും ഒരു പരിധി വരെ ഒരു 80% വരെ ഇത് നിന്നിട്ടുണ്ട്. ആ ബ്രേക്കിംഗ് സിസ്റ്റം കുറച്ചും കൂടെ അല്ല, നല്ല രീതിയിൽ നെഫിന് വേണേ ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ അത് ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പം അത്രയും ഡിഫറൻസ് അറിയുന്നുണ്ട്. വണ്ടിയുടെ ജയന്നസോ അല്ലെങ്കിൽ റിലയബിലിറ്റിയോ ഒക്കെ മാത്രം നോക്കി ഫോർച്യൂണർ എടുക്കും. പക്ഷേ ഈ കുറച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്താണ് പലരും ഫോർച്യൂണർ എടുക്കാറുള്ളത്. പക്ഷേ ഇതും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ. ബ്രേക്ക് ഏതിൻ്റെയാണ്? ബ്രേക്ക് സ്റ്റോക്ക് ബ്രേക്സ് അപ്ഗ്രേഡ്സ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം സ്റ്റോക്ക് ബ്രേക്സ് കുറച്ചും കൂടെ നമുക്ക് ഡ്യൂറബിലിറ്റി കിട്ടും. മറ്റേ പെർഫോമൻസ് ബ്രേക്സ് ഉണ്ട്, പക്ഷെ അത് പെട്ടെന്ന് തീരും. നല്ല ബ്രേക്കിംഗ് കൂടും, പക്ഷെ പെട്ടെന്ന് അങ്ങ് ക്വിക്കായിട്ട് തീരും. ബ്രേക്കിന്റെ ലൈഫും ബാക്കി മെയിൻ്റനൻസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻ്റനൻസ് സൈഡ് ആകുമ്പോഴത്തേക്ക് ചോദിക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാനുണ്ട്. ഇനി നമുക്കറിയേണ്ടത് വൈ 4x4 ഓവർ 4x2? റിയർ വീൽ ഡ്രൈവ് ആണ് ഓൾറെഡി ഇത്, പിന്നെ എന്തുകൊണ്ട് റിയർ വീൽ ഡ്രൈവിനെക്കാട്ടിൽ 4x4 തന്നെ വാങ്ങണമെന്ന് തോന്നിയത്? ആക്ച്വലി ഞാൻ വണ്ടി ഫോർച്യൂണർ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞാൽ ടു വീൽ ഡ്രൈവിൻ്റെ ആവശ്യമുള്ളൂ, 4x4 എന്ന് പറയുമ്പോൾ അത്ര എക്സ്പെൻസ് കൂടുവാണ്, അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മാത്രം ഇതുപോലെ എന്നോട് അഡ്വൈസ് ചെയ്തു, ഫോർച്യൂണർ യൂസേഴ്സ് തന്നെ 4x4 ഉള്ളവരും പറഞ്ഞാൽ അവരിപ്പോൾ സിമ്പിളായിട്ട് ഇപ്പം ചെറിയൊരു സ്ലോപ്പ് നമ്മൾ കയറുമ്പോഴത്തേക്ക് കുറച്ച് മടിയായിട്ടുള്ള സ്ലോപ്പാണെങ്കിൽ, ഇപ്പോൾ ടു വീൽ ഡ്രൈവ് ആണെങ്കിൽ നമ്മളുടെ വണ്ടിയുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള വണ്ടി, അതിൻ്റെ മേജർ ബോഡി വെയിറ്റ് വരുന്നത് ഫ്രണ്ടിലാണ്, എൻജിൻ ഭാഗത്താണ് വരുന്നത്. ബാക്കിലോട്ട് വെയിറ്റ് കുറവാണ്. അപ്പം ഇത് ബാക്ക് വീൽ ഡ്രൈവാണ് നോർമലി. അപ്പം ബാക്ക് വീൽ ഡ്രൈവ് ആകുമ്പോൾ പ്രശ്നം നമ്മൾ സ്ലോപ്പ് കയറുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്ക് വീല് ചുമ്മാ നിന്ന് റൊട്ടേറ്റ് ചെയ്യും. വെയിറ്റ് ഫ്രണ്ടിൽ നിൽക്കുന്നു, ബാക്കി വെയിറ്റ് കുറവാണ്.
അപ്പം ബാക്കിൽ ഗ്രിപ്പിങ് കുറവാണ്. അപ്പം ഇങ്ങനത്തെ എസ്പെഷ്യലി റോഡിൽ കുഴപ്പമില്ല, ടാറിൽ കുഴപ്പമില്ല, ബട്ട് ഇങ്ങനത്തെ സ്ലോപ്പ്, മഡ്, ഈ 2 കാര്യങ്ങൾ നമുക്ക് വണ്ടി അവിടെ അങ്ങ് സ്റ്റക്കാവും, വണ്ടി കയറത്തില്ല, കയറി പോകത്തില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ റിവേഴ്സ് എടുത്തിട്ട് ഒരുപാട് സ്പീഡിലൊക്കെ എടുത്ത് കുറച്ച് റിസ്കി ആയിട്ടേ കയറി പോകത്തുള്ളൂ. പക്ഷെ ഫോർ വീൽ ഡ്രൈവ് ആണെങ്കിൽ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഫ്രണ്ടിൽ 4 വീലും ഗ്രിപ്പിങ് വരും. അപ്പം വളരെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ നമ്മളിപ്പോൾ ചില വീടുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഉള്ളിലോട്ടൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഇതുപോലെ സിറ്റുവേഷൻസ് എൻകൗണ്ടർ ചെയ്യാം നമ്മുടെ നാട്ടിൽ, എസ്പെഷ്യലി യൂസ് ഉള്ള കാര്യം അത്. അപ്പം അത് ആണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ആക്ച്വലി ഇത് കാണിച്ചു തന്നു, ഈ ഒരു പ്രശ്നം ഒരു സിമ്പിളായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്നെ കാണിച്ചു തന്നു. നമ്മളിപ്പോൾ കാണിച്ചു തരാം. സോ നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ വണ്ടി ടൂ വീലിലാണ് കിടക്കുന്നത്. നമുക്ക് നോക്കാം ഇത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കയറുമോ എന്നുള്ളത്. ഇപ്പോൾ കണ്ട വീല് സ്പിൻ ആയിക്കൊണ്ടിരിക്കുക, കയറാനൊരു ഡിഫിക്കൽട്ടി ഉണ്ട്, ഇപ്പോൾ കയറുന്നില്ല. അപ്പോൾ നമുക്കത് ഇതാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ആ 4 വീലിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് വരുന്നത്. ഇപ്പോൾ ഞാനിത് H4 ഇട്ടു, 4 വീലിൻ്റെ ഓപ്ഷനിലോട്ട് ഇട്ടേക്കുവാണ്. ഇനി നമുക്കിതൊന്ന് ഇപ്പോൾ 4 വീല് എൻഗേജ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനിയിപ്പോൾ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ്ട് ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ വളരെ കൂളായിട്ട് ഈ മല നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു വീൽ സ്പിന്ന് പോലും ആവാതെ വളരെ സ്മൂത്തായിട്ട് ഇതാണ്ട്. സോ നമ്മൾ കാണിച്ചത് ഹാർഡ് കോർ ഓഫ് റോഡിങ്ങിന് മാത്രമല്ല 4x4ൻ്റെ യൂസ് ഉള്ളത്, ഡെയിലി യൂസിലും ആവശ്യങ്ങൾ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. പിന്നെ ഇത് മറ്റു വണ്ടികൾ ആപ്ലിക്കബിൾ ആകണമെന്നില്ല. ഇപ്പോൾ താറിൻ്റെ റിയർ വീൽ ഡ്രൈവ് നല്ലതായിട്ട് കയറി വരുന്നുണ്ട്. റോക്സ് ഇറങ്ങിയപ്പോൾ റിയർ വീൽ ഡ്രൈവ് ഒത്തിരി പേര് ചൂസ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ വെയിറ്റ് അനുസരിച്ച് ഓക്കെ ആയിരിക്കാം, വണ്ടിയുടെ ഡിസൈൻ വൈസ് എല്ലാം വ്യത്യാസം വന്നേക്കാം. ലെങ്ത്തും ഒരു ഫാക്ടറാണ്. സോ അതൊക്കെ വെച്ച് 4x4 ആണ് ഇതിൽ ബെറ്റർ എന്നാണ് അഭിപ്രായം. സോ ഇനി മെയിൻ്റെനൻസിലേക്ക് നമുക്ക് കടന്നാലോ. ഏറ്റവും റിലയബിലിറ്റി ഉള്ള ബ്രാൻഡാണ് ടൊയോട്ട എന്ന് പറയുന്നത്. സോ എത്ര വർഷം വേണമെങ്കിലും എത്ര ലക്ഷം കിലോമീറ്റേഴ്സ് വേണമെങ്കിലും ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എല്ലാവരും ഇതിലോട്ട് വരുന്നത്. സോ ഇതിൻ്റെ സർവീസ് കോസ്റ്റും അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കുമല്ലോ. എന്തുമാത്രം സർവീസ് കോസ്റ്റാണ് നോർമലി വരാറ്? സർവീസ് ഷോറൂമിലാണോ പുറത്താണോ എങ്ങനെയാണ്? ഞാനിത് ആക്ച്വലി നമ്മൾ ഷോറൂമിൽ നിന്ന് പുറത്ത് പോയി ചെയ്യേണ്ട കാര്യമില്ല ടൊയോട്ടയുടെ കാര്യത്തിൽ. ബിക്കോസ് ടൊയോട്ടയുടെ സർവീസ് എന്ന് പറയുന്നത് അത്ര പെർഫെക്റ്റ് ആണ്. എപ്പോഴും ജെന്യുവൻ പാർട്സ് എനി ടൈം അവൈലബിൾ ആണ്. അപ്പം നമ്മളിപ്പോൾ ഓർഡർ ചെയ്താലും പെട്ടെന്ന് കിട്ടും, നമുക്ക് 3 ഡേയ്സിൽ കിട്ടും. അപ്പം നമ്മളത് പുറത്ത് പോയി വേറെ പാർട്സ് ഇടേണ്ട ആവശ്യങ്ങളൊന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. എല്ലാ സർവീസും ഷോറൂം സർവീസ്. ഇപ്പോൾ വണ്ടി 40,000 കിലോമീറ്റേഴ്സായി. ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാം 10,000-ലുമാണ് എൻ്റെ സർവീസ് വരുന്നത്. ഇതുവരെ ഇതിനാകപ്പാടി സർവീസ് വന്നിട്ടുള്ള ഓയിൽ സർവീസ് എല്ലാവരും കൂടെ ആക്ച്വലി എനിക്ക് എല്ലാ സർവീസിലും 5,000 ആ റേഞ്ച് വരുന്നുണ്ട്. ഇത്രയും വലിയ വണ്ടിയാണെങ്കിൽ പോലും സെൽറ്റോസ് ഉപയോഗിച്ച ആളാണ്. അപ്പോൾ അതിന് വരുന്നുണ്ട് 4,500 വരാറുണ്ടായിരുന്നു. 4,500 5,000 അത്രേ വരാറുള്ളൂ. ചില സർവീസുകളിൽ മാത്രമേ ഇപ്പോൾ ബ്രേക്ക് പാഡ് ചേഞ്ച് അങ്ങനെയൊക്കെ വരും. നോർമൽ 5,000 താഴെയായിരുന്നു ആ റേഞ്ച് ഒക്കെ വരാറുള്ളൂ. ബട്ട് ഇത് ഇത്രയും ഹ്യൂജ് വണ്ടി, ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും ഇല്ല, 4 വീൽ ഡ്രൈവ് എല്ലാം ഉള്ള വണ്ടി നമ്മൾക്ക് അഫോർഡബിൾ ആണ്. നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ഈ സർവീസ് കോസ്റ്റ് അഫോർഡബിൾ ആണ്, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തു കൊണ്ട് ആവശ്യമില്ല. ഓക്കെ, അപ്പം അതല്ലാതെ എന്തൊക്കെ 40,000-ൽ അധികം ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട മീൻസ് അധികം ഇല്ല. റീപ്ലേസ്മെന്റുകളുടെ ഒന്നും സമയമായിട്ടില്ല. ഒരു ബ്രേക്ക് പാഡ്സ് ഒരു തവണ മാറ്റിയിട്ടുണ്ട്. ബ്രേക്ക് പാഡ്സ് ഐ തിങ്ക് ഒരു 7,000 എന്തോ ആയിട്ടുണ്ട്. ബ്രേക്ക് പാഡ്സ് മാത്രം ഇതിന്റെ കുറച്ച് കോസ്റ്റ്ലിയർ ആണ്. അത്രയും വലിയൊരു വണ്ടിയെ പിടിച്ച് നിർത്തേണ്ടതായിട്ടുള്ള ബ്രേക്ക് പാഡ്സ് വേണമല്ലോ. സോ അത് അത്യാവശ്യം 30,000-ഓളം കിട്ടുകയും ചെയ്യും. ഓക്കെ, പിന്നെ മെയിൻ്റെനൻസിൻ്റെ കാര്യങ്ങളിൽ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടോ വേറെ കോസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ഇതിന് മെയിൻ്റനൻസിൻ്റെതായിട്ടുള്ള, കാരണം ഈ വണ്ടിയിൽ ആക്ച്വലി സെൻസേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ്. ടൊയോട്ടയുടെ റിലയബിലിറ്റി എന്ന് പറയുന്ന സംഭവം അതാണ്. നമുക്ക് ഇതിൻ്റെ അത് അൺവാണ്ടഡ് സെൻസർ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ ടൊയോട്ടയിൽ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. സോ അതുകൊണ്ടാണ് എൻഡവറിലോട്ട് അധികം പോകാഞ്ഞത്. എൻഡവർ എനിക്ക് ബേസിക്കലി വളരെ ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിളാണ്. ആക്ച്വലി എൻ്റെ ഫ്രണ്ടിനുണ്ട് എൻഡവർ. പക്ഷേ അതിന് ഡിഫറൻസ് പറഞ്ഞാൽ 3.2 ലിറ്റർ എൻജിൻ, അപ്പം ഓട്ടോമാറ്റിക്കലി മൈലേജ് കുറയും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡവറിന് കമ്പാരിറ്റീവ്ലി സെൻസേഴ്സ് കൂടുതലാണ്. കാരണം നമുക്ക് വണ്ടിക്ക് ഫീച്ചേഴ്സ് കൂടുന്നതനുസരിച്ച്
സെൻസേഴ്സും കാര്യങ്ങളും കൂടും. സെൻസേഴ്സ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രോണിക്സ് കൂടുന്നതനുസരിച്ച് വണ്ടിക്ക് മെയിൻ്റനൻസ് കൂടും. മെയിൻ്റനൻസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ പോക്കറ്റിലെ കാശ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സൈക്കിൾ പോകുന്നത്. അപ്പം അതൊരു ഫാക്ടറാണ്. ഇപ്പോൾ ഞാൻ ടോയോട്ടയിലോട്ട് എനിക്ക് റിലയബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എൻഡേവർ നമ്മൾ പറയുവാണെങ്കിൽ എൻഡേവറിൻ്റെ അകത്ത് സൺറൂഫ് ഉണ്ട്, പനോറമിക് സൺറൂഫ് ഉണ്ട്. ഫോർച്യൂണർ ഇതുവരെ ഒരു മോഡലിൻ്റെ അകത്തും പോയിട്ട് നോർമൽ സൺറൂഫ് പോലും ഇല്ല. അപ്പോൾ അത് വലിയൊരു, ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പം അത് വലിയൊരു ഡ്രോബാക്ക് ആണ്. അയ്യോ എന്താ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന ഒരു വണ്ടിക്ക് സൺറൂഫ് ഇല്ലല്ലോ, ഇതൊരു ചെറിയ കാര്യം. ഇപ്പം നോർമൽ വെഹിക്കിൾസ് വരെ സൺറൂഫ് വന്നു തുടങ്ങി. അപ്പോൾ അതില്ല, അങ്ങനത്തെ ചില ഡ്രോബാക്സ് ടൊയോട്ടയിലുണ്ട്. ഓക്കെ, അത് ഒരു ലക്ഷറി ഫീച്ചർ ആണെന്ന് വേണേൽ പറയാം. പിന്നെ ആവശ്യമുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇതിലില്ലല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ടയർ പ്രഷർ സെൻസർ. ഇപ്പം എൻ്റെ ക്രെറ്റ ബേസ് മോഡലാണ് EV. ആ ബേസ് മോഡൽ വണ്ടിക്കകത്ത് പോലും ഇതുണ്ട്, ടയർ പ്രഷർ സെൻസറുണ്ട്, 4 ടയേഴ്സ്. അത് ഈ വണ്ടിക്കകത്തില്ല. ടയർ പ്രഷർ സെൻസർ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ആയിട്ട് ടയറിൻ്റെ കാറ്റ് പോയിട്ടുണ്ടോ എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനത്തെ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ലാക്കിംഗ് ആണ്. ഇപ്പോൾ പിന്നെ ടെക്നോളജി ഒക്കെ വളർന്നതുകൊണ്ട് നമുക്ക് ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം ഒക്കെ നമുക്ക് എക്സ്ട്രാ എടുത്ത് വെക്കാമെന്നേ ഉള്ളൂ. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഈസിലി ആയിട്ട് അവൈലബിൾ ആണ്. അതൊക്കെ അങ്ങനെ സോർട്ട് ചെയ്യേണ്ടി വരും അല്ലേ, ഓരോ കാര്യങ്ങൾ അങ്ങനെ സോർട്ട് ചെയ്യുന്നത്, ചില കാര്യങ്ങൾ അങ്ങനെ സോർട്ട് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെതായ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. നമ്മൾ റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പം എപ്പോഴും എല്ലാം ഒരുമിച്ച് നമുക്ക് കിട്ടത്തില്ലല്ലോ. ഒരു കേക്കിലെല്ലാം നമുക്ക് ടേസ്റ്റും കാര്യങ്ങളും ലുക്സും എല്ലാം വരത്തില്ല. ചിലപ്പം ചില കാര്യങ്ങൾ ലാക്കിംഗ് ആയിട്ട് വരും. വേറെ എന്തൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ളത്? ഇതിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം കമ്പാരിറ്റീവ്ലി എൻഡേവറൊക്കെ കുറച്ചും കൂടെ ഒരു ബെറ്റർ സൗണ്ട് സിസ്റ്റം ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ ഒരു ലക്ഷറി ഫീൽ എൻ്റെ അകത്തില്ല കമ്പയർഡ് ടു അതർ വെഹിക്കിൾസ്. ക്ലാസിക് നോർമൽ. ഇപ്പോഴും എൻ്റെ ബാക്കിലെ AC വെൻസ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഇന്നോവയുടെ കൂട്ടും മുകളിലുള്ള AC വെൻസ്, എൻഡേവറിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ ബാക്കിൽ മറ്റേ പില്ലറിൻ്റെ അകത്ത് AC വെൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ലക്ഷ്യം. പിന്നെ സീറ്റിങ്സ് അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു അകത്ത് കയറിയ ബേസിക്കലി നമ്മൾ ആരാണെങ്കിലും ചിന്തിക്കും ഒരു 10-60 ലക്ഷം രൂപയുടെ വണ്ടിക്കകത്ത് ഇതിൻ്റെ അകത്ത് ഒന്നും ഇല്ലല്ലോ എന്നാണ്. അപ്പം പക്ഷെ ഞാൻ ഇന്നിപ്പം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ആൾക്കാർ എന്തൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ സൈഡിൽ എനിക്ക് പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ മെയിനായിട്ട് നമുക്ക് ലോങ് ടേം വർഷങ്ങളോളം വണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു റിലയബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, എക്സ്പെൻസും എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മൾ ഷോർട്ട് ടേം യൂസ് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ ഓക്കെ, ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ട്. നമുക്ക് സമാധാനം ചില സമയം നമുക്കിപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആണെങ്കിൽ പോലും നമുക്ക് അതിനെ പോറ്റാൻ പറ്റും. വണ്ടി നമുക്ക് പണി തരില്ല. അപ്പം അതൊരു വളരെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഇങ്ങനെയുള്ള ടൊയോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ. അതെ. ഓക്കെ, അപ്പം ഈ ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം എൻഡവർ ഓടിച്ചു. അപ്പോൾ തോന്നിയ വ്യത്യാസം അല്ലെങ്കിൽ സിമിലർ ആയോ? ഓൾമോസ്റ്റ് സിമിലർ. പോളിറോളും ഒരു ബ്രേക്കിങ്ങും ആയി. ഓക്കെ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി വീഡിയോയിൽ തന്നെ വിസിബിൾ ആണ്. ഒരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നോർമൽ സ്റ്റോക്ക് ഫോർച്യൂണറിനെക്കാട്ടിൽ തട്ടുന്ന 2 ഇഞ്ച് ഹയർ ആയി. അപ്പോൾ നമുക്ക് വലിയ ചില ഓഫ് റോഡിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പാറകളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് ഇതിൻ്റെ അടിയിൽ എവിടെയെങ്കിലുമൊക്കെ സസ്പെൻഷൻ്റെ പാർട്ടിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടാൻ, എക്സോസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ തട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതിലിപ്പോൾ ഒരു 95% കോൺഫിഡൻ്റ് ആയി. ഇതുവരെ അങ്ങനെ അധികമായിട്ട് തട്ടിയിട്ടില്ല. ഞാൻ പിന്നെ ഒരുപാട് എക്സ്ട്രീം ഓഫ് റോഡിലോട്ടൊന്നും പോകുന്ന ഒരാളല്ല. നമ്മളത് ഓഫ് റോഡിങ് പ്രൊഫഷനായിട്ടൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഫണ്ണിന് വൺസിന് വൈൽ ചെറിയ ഓഫ് റോഡ്സ് ഒക്കെ പോകാറുണ്ട്. അതിലൊന്നും പ്രശ്നങ്ങൾ വലുതായിട്ട് തോന്നുന്നില്ല. ഓക്കെ. ഇനി ഫ്യൂവൽ എഫിഷ്യൻസി എന്തുമാത്രം ഇപ്പം ഇതിനകത്ത് ഫ്യൂവൽ എഫിഷ്യൻസി ബാധിക്കുന്ന കാര്യമാണ് ടയർ അപ്ഗ്രേഡ്സും കാര്യങ്ങളും ഒക്കെ. പക്ഷേ അലോയ്സിന്റെ വെയിറ്റ് കുറഞ്ഞു, അതുകൊണ്ട് തന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഗുണകരമായ കാര്യമാണ് അത്. സോ അങ്ങനെയൊക്കെ വെച്ചിട്ട് എത്ര എല്ലാവരും പറയാറുണ്ട് ടയേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്യൂൽ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കുറയുമെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പം ഇതിൽ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മളിപ്പം ഒരു വണ്ടിക്ക് സ്റ്റോക്ക് വീൽസ് വരുന്നതിന് വെയിറ്റ് കൂടുതലായിരിക്കും. പിന്നെ ടയറിൻ്റെ റോഡിലുള്ള പിടുത്തം, ഈ 2 കാര്യങ്ങളുടെ പുറത്താണ് നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെസിസ്റ്റൻസുമായിട്ട്, ഫ്രിക്ഷനും റെസിസ്റ്റൻസുമായിട്ട് കണക്ഷനാണ് ഈ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്തിപ്പോൾ നമ്മൾ വീൽസിൻ്റെ ലൈറ്റ് കമ്പാരിറ്റീവ്ലി ലോവർ ലൈറ്റ് വെയിറ്റ് വീൽസായി, സ്റ്റോക്കിനെ കാട്ടി വെയിറ്റ് കുറഞ്ഞ വീൽസായി. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് അത് ടാലിയായി. പ്ലസ് നമ്മുടെ ടയേഴ്സ്, പിന്നെ മിഷ്ലിൻ എപ്പോഴും കുറച്ച് നമുക്ക് നല്ല ടയേഴ്സ് വരുമ്പോഴത്തേക്ക് ഗ്രിപ്പിംഗ് കൂടും, റോഡിലുള്ള ഗ്രിപ്പിംഗ് കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടും ഗ്രിപ്പിംഗ് കൂടുന്നതനുസരിച്ച്. അപ്പം
ഓഫ് കോഴ്സ് മൈലേജ് ഡ്രോപ്പ് വരും. പക്ഷേ ഈ ലൈറ്റ് വെയിറ്റ് വീൽ പ്ലസ് ഈ ടയേഴ്സ് വരുമ്പോൾ ഓൾമോസ്റ്റ് ടാലി ആയി. എനിക്ക് ഇത് ചേഞ്ച് ചെയ്തതിന് ശേഷം എനിക്കൊരു വലിയ ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഈ മൈലേജ് ഡ്രോപ്പ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മൈലേജ് നമ്മൾ നോർമൽ ഒരു കാസിനൊക്കെ കിട്ടുന്ന 15 16 ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല ഈ വണ്ടിക്ക്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വലിയ ഫാമിലി ആയിട്ട് ഇപ്പോൾ അച്ഛനമ്മ കുട്ടികളെ കസിൻസ് എല്ലാവരും കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് എഫിഷ്യൻ്റ് ആണ്. കാരണം ഇത്രയും ആൾക്കാർക്ക് ഈ വണ്ടിക്കകത്ത് കയറാം, ബാക്ക് സീറ്റിലും കയറാം. അപ്പോൾ അത്രയും ആൾക്കാർ ഒരുമിച്ച് പോകുമ്പോൾ 2 വണ്ടി എടുക്കേണ്ട സ്ഥാനത്ത് നമുക്ക് ഒരു വണ്ടി എടുത്തിട്ട് പോവാം. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ മൈലേജ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. അല്ലാതെ നമ്മളിപ്പോൾ 2 ആൾ സഞ്ചരിക്കുമ്പോഴോ 3 ആൾ സഞ്ചരിക്കുമ്പോഴോ ചിലപ്പം നമുക്കത്, കാരണം ഇതിനൊരു മൈലേജ് ഒരു 9 ഒക്കെ കിട്ടത്തുള്ളൂ, 9 ആ റേഞ്ച് ഒക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ എനിക്കൊരു 11.5 to 12 ഒക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടുന്നുണ്ട്, അത്രയും കിട്ടുന്നുണ്ട്. അതാണ് മൈലേജിനെ പറ്റി എൻ്റെ ഒരു കോൺസെപ്റ്റ്. സിമിലർ ആവണമെന്നില്ല. ഒരു 2.8 ലിറ്റർ 170 bhp ഒക്കെ ഉള്ള ഒരു എഞ്ചിൻ. സോ എത്ര ടോപ്പ് സ്പീഡ് വരെയൊക്കെ പുഷ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്ത്, സോറി കേരളത്തിന് പുറത്ത്? കേരളത്തിന്റെ പുറത്ത് വേണേൽ പറയാം. കേരളത്തിന്റെ പുറത്തൊരു 170 വരെയൊക്കെ പോയിട്ടുണ്ട്. 170 വരെയൊക്കെ. അപ്പം ഹൈറ്റ് കൂടിയതിൻ്റെതായിട്ടുള്ള ചെന്നൈ ഹൈവേയിലൊക്കെ പോയിട്ടുണ്ട്. ലിഫ്റ്റ് ചെയ്തതിന് ബോഡി റോള് കുറഞ്ഞുകൊണ്ട് നമുക്ക് ആ കോൺഫിഡൻസ് കുറച്ചുകൂടെ കിട്ടും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്കിൽ നല്ല ഹൈ സ്പീഡ് കയറുമ്പോഴത്തേക്ക് ബോഡി റോള് ഭയങ്കരമായിട്ട് കൂടും. അപ്പം പെട്ടെന്നൊരു കേവ് ഒക്കെ വരുമ്പോഴത്തേക്ക് വണ്ടി പെട്ടെന്ന് അങ്ങ് ഒലച്ച് നമ്മുടെ കൈ പെട്ടെന്ന് ഹാൻഡിൽ ഒന്ന് വെട്ടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകുന്ന പോലെ പോകാറുണ്ട്. പക്ഷെ അതില്ല, അങ്ങ് കുറഞ്ഞുകൊണ്ട് ഇപ്പം നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഹൈവേസ് ഒക്കെ നമ്മളിപ്പോൾ ലോങ് ട്രിപ്പ് ബാംഗ്ലൂർ ചെന്നൈ ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സോ നമുക്കിനി ഇന്ത്യയിലൊക്കെ ഒന്ന് കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ഇന്ത്യയിലോട്ട് പോവാം. ഞാനിതിന് അങ്ങോട്ട് പോകുന്നത് ക്യാമറ എടുക്കണ്ടേ? സോ ഈ ഒരു കിടിലൻ ലൊക്കേഷനിൽ നിന്ന് നമുക്കൊന്ന് ടൊയോട്ട ഫോർച്യൂണർ 4x4 ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? ഡോറ് തുറക്കുമ്പോഴേ നമ്മുടെ ഫുഡ് സ്റ്റെപ്സ് ഒക്കെ വരുന്നു. കീലെസ് എൻട്രി ഒക്കെ ഉണ്ട്, പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത് അല്ലേ? ആ സമയത്ത് ഇല്ലാത്ത ആ ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ ഇൻബിൾട്ട് മാപ്സ് ഒക്കെ ഉണ്ട്. ടൊയോട്ടയുടെ തന്നെ മാപ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മാനുവലാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രിക് സീറ്റ്സ് ഉണ്ട്. സീറ്റ്സ് ഡ്രൈവർ സീറ്റ് മാത്രം ഇലക്ട്രിക് സീറ്റ്സ് ആണ്. ബാക്കി എല്ലാ പാസഞ്ചേഴ്സിനും നോർമൽ സീറ്റ്സ് ആണ്. ഓക്കെ. പിന്നെ ബാക്കിലെ സീറ്റ്സ് നോർമൽ റിക്ലൈൻ ചെയ്യാം, ചെറുതായിട്ടൊന്ന് ബാക്കിലെ സീറ്റ്സ് ബാക്കിലുള്ളവർക്ക് ഒന്ന് റിക്ലൈൻ ചെയ്യാം. പിന്നെ റിയർ AC യൂണിറ്റ് ഉണ്ട്. നോർമൽ ഇന്നോവ എല്ലാ വണ്ടികളും ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ ടൊയോട്ടയുടെ ബേസിക്സ്. പിന്നെ ഇന്റീരിയേഴ്സ് ഒന്നും അങ്ങനെ ഭയങ്കര ഒരു ലക്ഷറീസ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. നോർമൽ ഗുഡ്. ഓക്കെ, കുറച്ച് ലെതർ വർക്ക്സ് ഒക്കെ ഉണ്ട്. ചെയ്യത്തില്ല എന്ന് പറയാൻ കാരണം വണ്ടിയുടെ പ്രൈസ് വെച്ചിട്ടാണ് അല്ലേ? പിന്നെ ബ്ലാക്കിനോടാണ് ഇഷ്ടം, അതുകൊണ്ട് ബ്ലാക്ക് ആക്കിയില്ല. യൂഷ്വലി ഇതിന് ഇന്റീരിയേഴ്സ് എല്ലാം ഒരു ബേജ് കളറാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ റൂഫ് എല്ലാം കുറച്ചൊരു സ്മൂത്ത് മെറ്റീരിയൽ ആക്കി, കുറച്ചൊരു ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ആക്കിയിട്ടുണ്ട്. റൂഫെല്ലാം മൊത്തം ബ്ലാക്ക് ആക്കി. പിന്നെ ആംബിയന്റ് ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്തു. പിന്നെ ഇതിന്റെ അകത്ത് ഇതിപ്പോ ഫോർച്യൂണറിന്റെ ഒരു നോർമൽ ആക്സസറി ആയിട്ട് വരുന്നതാണ് ആംബിയന്റ്. നമുക്ക് ഈ വണ്ടിക്ക് ഈ പറഞ്ഞ പോലെ നോർമൽ ഇപ്പൊ ഒരുപാട് വണ്ടികൾ ആംബിയന്റ് ലൈറ്റ്സ് ബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഏതൊരു വണ്ടിയുടെ ബേസിക്സിന്റെ അകത്ത് ബേസിക് സംഭവമാണ് ഒരു ആംബിയന്റ് ലൈറ്റ്. ഒരു മിഡ് വേരിയന്റിൽ തന്നെ ആംബിയന്റ് ലൈറ്റ് വരുന്നത്. പക്ഷെ നമുക്ക് ഇതിലില്ല. ഞാൻ പറഞ്ഞ ടൊയോട്ടയിൽ കുറച്ച് കാര്യങ്ങൾ ലാഗിങ് ആയിട്ടുണ്ട്. സ്വിച്ചസ് ഒക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ അതിന് വേണ്ടിയിട്ട്, ആംബിയന്റ് ലൈറ്റ്സിന്റെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ. പിന്നെ സൗണ്ട് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഹെർട്സിന്റെ സ്പീക്കേഴ്സ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഹെർട്സിന്റെ കോമ്പറൻസ് സിസ്റ്റംസ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ആംപ്ലിഫയർ, ഒരു മൈൽഡ് ആയിട്ടൊരു സബ് വൂഫർ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ? ആദ്യമേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട്, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു. ഞാൻ ക്യാമറ മൗണ്ട് ചെയ്യാണ് ഇവിടെ. പിന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് ആണല്ലേ? ഗ്ലോ ബോക്സിൽ അത്യാവശ്യം നമുക്കൊരു പെപ്സിയോ കൊക്കോളോ ഒക്കെ വാങ്ങിച്ച് വെക്കാം. സ്പേസും ഉണ്ട്. അതിൻ്റെ അത് AC വെൻസ് കൊടുത്തിട്ടുണ്ട് അവർ. അപ്പം അത് യൂസ്ഫുൾ ആണ്. നമ്മൾ ട്രാവലൊക്കെ പോകുമ്പോഴത്തേക്ക് ടിൻ ക്യാൻസ് ഒക്കെ വെക്കാൻ പറ്റും. അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്. ഓക്കെ. പിന്നെ അതുകൂടാതെ എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സും കപ്പ് ഹോൾഡേഴ്സ്. ഈ ഡോറിന്റെ സൈഡിലാണ് ഇവര് കപ്പ് ഹോൾഡേഴ്സ്. സെന്ററിൽ 2 ഉണ്ട്. പിന്നെ നമ്മുടെ ഡോർ പാഡ്സിന്റെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. അങ്ങനെയെല്ലാം പ്രാക്ടിക്കാലിറ്റി ഫോർച്യൂണറിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ ഞാൻ കുറച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ. സോ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം. 4 വീലിലാണ് വണ്ടി കിടക്കുന്നത്. 4 വീലാണ് കിടക്കുന്നത്. 4 വീലിൽ കിടക്കുവാണ്. H4 കിടക്കുന്നത്.
ഓക്കെ. 4 ലോയിലോ ആവശ്യം വന്നിട്ടില്ല ബേസിക്കലി. അങ്ങനെ ഭയങ്കര എക്സ്ട്രീം കേസുകളിൽ ആവശ്യം വരാറുള്ളൂ. ഓക്കെ. നോർമലി H4 തന്നെ, നോർമൽ 4 വീലർ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കയറി പോകും, നടന്നോളും. വണ്ടി പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ജയന്റ് സൈസും ലുക്കും ഒക്കെ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര. സ്റ്റിയറിംഗ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ടയേഴ്സിന്റെ ഒരു ഫാക്ടറാണ് ഈ സ്റ്റിയറിംഗ്. യൂഷ്വലി ഒത്തിരി പേര് പറയാറുണ്ട് ടയേഴ്സ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് ഭയങ്കര ഹാർഡ് ആവുമെന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. അപ്പം ഈ മിഷ്ലിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഇത് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവും നമ്മുടെ സ്റ്റിയറിംഗ് ഭയങ്കര. അത് ശരി. അത് മിഷ്ലിൻ കോണ്ടാക്ട് ഏരിയ കൂടുതലല്ലേ? കോണ്ടാക്ട് ഏരിയ കൂടുതലാണ്, ബട്ട് അവരുടെ എന്താ സോഫ്റ്റ്നെസ്, റബ്ബർ സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പം ഓരോ ടയേഴ്സിനും റബ്ബർ കണ്ടന്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ആ റബ്ബർ സോഫ്റ്റ്നെസിന്റെ ആവാം സ്റ്റിയറിംഗ് ഭയങ്കര സോഫ്റ്റ് ആവും. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ അതെ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫീൽ കിട്ടുന്നുണ്ട്. 4x4 ഇതിട്ട് H4 ഇട്ടേക്കുന്നതിന്റെ പഴയ ഫോർച്യൂണർ, ഇതിന്റെ മുമ്പുള്ള മോഡൽ ഫോർച്യൂണറിന് ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് ആയിരുന്നു ആ വണ്ടി. ഫോർച്യൂണർ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് എന്നുള്ള രീതിയിലായിരുന്നു അവർ ഇറക്കിയത്. അതിന്റെ എഫിഷ്യൻസി ഭയങ്കര മോശം. നമുക്ക് വേണമെങ്കിൽ ഇനി 2 വീലാക്കാം. ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ചു. നമുക്കിനി റിയർ വീൽ ഡ്രൈവിലോട്ട് ട്രൈ ചെയ്യാം. സോ ഞങ്ങൾ കുലുങ്ങുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല കുറച്ച്, നിങ്ങൾ ലൊക്കേഷൻ ഓൾറെഡി കണ്ടല്ലോ, അതുപോലത്തെ ലൊക്കേഷൻസിൽ കൂടെ ആണ് നമ്മൾ അത്യാവശ്യം നല്ല റോഡ്, ഭയങ്കര അത്യാവശ്യം കുഴികളുള്ള റോഡാണിത്. അതെ, പക്ഷെ അതാ ഉള്ളിലോട്ട് വരുന്നില്ലല്ലോ, നമ്മൾ ആ സീറ്റിലോട്ട് വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഹൈവേ പോകുമ്പോഴത്തെ കംഫർട്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിന് കുറച്ച് ലീനിയർ പവർ ആണ്. ആ ഒരു ക്വിക്ക് ത്രോട്ടിലോ അല്ലെങ്കിൽ ആ ഒരു ക്വിക്ക് റെസ്പോൺസ് ഒന്നും പ്രതീക്ഷിക്കരുതല്ലോ. ഇതിന്റെ ഗിയർ ബോക്സിന്റെ ആണ്, അത് ഗിയർ ബോക്സ് ടോർക്ക് കൺവേർട്ടറാണ്. അപ്പം ആ ഇനിഷ്യൽ ഇത് കുറവാണ്. ഷിഫ്റ്റിംഗ് ലാഗ് ഭയങ്കരമായിട്ടുണ്ട്, ഫീൽ ചെയ്യും അല്ലേ? പറഞ്ഞ പോലെ സെൽട്ടോസിന്നൊക്കെ ഇതിൽ വരുമ്പോൾ അതിൽ DCT ഒക്കെ ആയിരുന്നല്ലോ. അതെ അതെ, അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇപ്പം Volkswagen ഒക്കെ DSG ആണ് ഭയങ്കര ഫാസ്റ്റാ, ഭയങ്കര സ്പീഡാ അതിന്റെ ഷിഫ്റ്റിംഗ്. ഇതില്ലേ ഒക്ടാവിയ ഇല്ലേ? പോളോയ്ക്ക് അല്ല, കയ്യിൽ ഒക്ടാവിയ ഉണ്ട്, അത് മാനുവൽ ആണ്. ഓക്കെ ഓക്കെ. ഓ ശരി, ആ ഒരു കോൺഫിഡൻസ് കിട്ടും, എങ്ങും അടി തട്ടില്ല. ഓൾറെഡി ഫോർച്യൂണർ ആണ്, എന്നാലും വിസിബിലിറ്റി ഭയങ്കരമായിട്ടും വ്യത്യാസമുണ്ട്. നമ്മൾ കുറച്ചുകൂടെ റോഡ് കുറച്ചുകൂടെ ഭയങ്കര വിസിബിൾ ആയിരിക്കും കുറച്ചുകൂടെ ഹൈവേയിലോട്ട് ഇറങ്ങുമ്പോൾ. അതെ അതെ അതെ, കുറച്ചുകൂടെ ഒരു ഇവിടെ തന്നെ നമുക്ക് വിസിബിലിറ്റിയുടെ കാര്യം മനസ്സിലാവും. പിന്നെ ബ്ലാക്ക് ആയതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ എക്സ്ട്രാ വരാറുണ്ടോ, അതോ ജസ്റ്റ് ആ കോട്ടിങ് ചെയ്തതിന് ശേഷം അധികം ശ്രദ്ധിക്കേണ്ടി വരാറില്ലേ? കോട്ടിങ് ചെയ്തതുകൊണ്ട് കുറച്ച് ഒക്കെ അതിൽ പോവും, പിന്നെ സ്ക്രാച്ചസ് വരാറുണ്ട് ഒരുപാട്. അതിന് PPF ചെയ്യേണ്ടി വരും അല്ലേ? PPF ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഓഫ് റോഡേഴ്സിന് വേണ്ടിയിട്ട് അവരൊരു മെറ്റൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു മെറ്റൽ ഒരു ഷീറ്റ് മാഗ്നറ്റിക് ഷീറ്റ്. മാഗ്നറ്റിക് ഷീറ്റ്. അപ്പോൾ അത് ഇപ്പോൾ ഓഫ് റോഡേഴ്സിന് ഓരോ വണ്ടിക്കും കസ്റ്റമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നേരെ നമ്മുടെ 2 സൈഡിലോട്ടും വെച്ചങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മാഗ്നറ്റ് ഒട്ടിയിരുന്നുള്ളൂ. നമ്മുടെ പെയിന്റ് പ്രൊട്ടക്റ്റഡാ, പിന്നെ മാറ്റിയാൽ മതി. ഇപ്പോൾ കുറച്ച് വണ്ടികളിലെ ജിമ്നിയുടെ ഒക്കെ ഞാൻ കണ്ടായിരുന്നു വീഡിയോസ്. ഇത് മറ്റേ ഗിയർ ബോക്സ് പോലെ അല്ല, ഇത് ഇതിന്റെ പാഡൽ ഷിഫ്റ്റ് എങ്ങനെയാ വെച്ചാൽ ലെവലിൽ അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് താഴെ ഡൗൺ ആകുന്നുണ്ട്, പക്ഷെ ഇത് കാണിക്കത്തില്ല. അങ്ങനത്തെ കുറച്ച് അത്ര ഇന്റലിജന്റ് ഗിയർ ബോക്സ് അല്ല ഇത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ കുറച്ച് ടെക്നോളജീസ് വൈസ് കുറച്ചൊരു ഓൾഡ് സ്കൂളാണ്. ടെക്നോളജി വൈസിന് ഒരു റിലയബിലിറ്റി വൈസ് ആണല്ലോ ഇതിനെ എല്ലാവരും നോക്കുന്നത്. പിന്നെ പവർ ടെയിൽ ഗേറ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടിയിൽ ഇരിക്കുമ്പോഴത്തെ ആ ഒരു പൊസിഷൻ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് കാണുന്നത്. മറ്റേ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ വേറെ വലിയ വണ്ടികളൊക്കെ കണ്ടിട്ട് കുഞ്ഞു വണ്ടികളൊക്കെ ആയിട്ട് തോന്നുന്നു. ഹൈറ്റിലിരിക്കുമ്പോഴത്തെ ഒരു വ്യത്യാസം ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ അൾട്രോസ് ഒക്കെ പോകുന്നു, ബലേനോ പോയി, അതൊക്കെ കുഞ്ഞ് ഭയങ്കര നമ്മൾ ഒത്തിരി ഹൈറ്റിൽ നിന്ന് നോക്കുന്ന ഒരു ഫീലൊക്കെയാണ് തോന്നുന്നത്. നല്ല കോൺഫിഡൻസാ കോർണേഴ്സ്. അത്യാവശ്യം നല്ല സ്പീഡ് ആയിരുന്നെങ്കിലും ഇപ്പം എന്തെങ്കിലും വോബ്ലിംഗ് ഫീൽ ഒരു നല്ല നോർമൽ കാർ തിരിയുന്നല്ലേ, നോർമൽ കാർ പോലെ ഒരു ഹാച്ച് ബാക്കിൽ പോകുന്നതിന്റെ ഒരു നൈസ്. ആ ഓവർടേക്കിലെങ്കിലും അത് ഫീൽ ചെയ്യും നല്ലതായിട്ട്. മറ്റേത് ഇങ്ങനെ ഒന്ന് ചാടും, ഇങ്ങോട്ടും രണ്ടൊരു. അതെ അതെ, ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ലതായിട്ട് ഇത് ഓടിച്ച് നോക്കുമ്പോഴേ മനസ്സിലായിരിക്കുമ്പോൾ അത്ര ഫീൽ ചെയ്യത്തില്ല. ഡ്രൈവറിന് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും. അതെ, ചെയ്യുന്നുണ്ട്. ബ്രേക്കിംഗ്
ബ്രേക്കിംഗ് എനിക്ക് മറ്റേതിൻ്റെ എക്സ്പീരിയൻസ് അധികം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് നാളാണ് ഞാൻ ഫോർച്യൂണർ ഓടിച്ചിട്ട്. നല്ല ബ്രേക്കിംഗ് ഉണ്ട്. പിന്നെ റോഡ് പ്രസൻസ് അല്ലേ, ആൾക്കാർ ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, റോഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ വന്ന് ചോദിക്കാറൊക്കെ ഉണ്ടാ. ഒത്തിരി പേര് വഴിയിൽ നിർത്തി ചോദിക്കാറുണ്ട് എത്ര ഇഞ്ചാണ്. ആൾക്കാർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ആക്ച്വലി ഇതൊരു മോഡിഫൈഡ് വണ്ടിയായിട്ട് തോന്നുന്നില്ല, പക്ഷേ എന്തൊക്കെയോ ഒരു വ്യത്യാസം, ഡിഫറൻസ്. കാരണം നമ്മളിത് വേറെ മോഡിഫിക്കേഷൻ ആയിട്ടൊന്നും ഇത് ചെയ്തിട്ടില്ലല്ലോ. ജസ്റ്റ് നമ്മുടെ ഒരു കംഫർട്ട് കൂട്ടാനുള്ള കാര്യങ്ങൾ, പെർഫോമൻസ് അപ്ഗ്രേഡ്സ് ആണല്ലോ ചെയ്തേക്കുന്നത്. കംഫർട്ട് അപ്ഗ്രേഡ്സ് ആണല്ലോ ചെയ്തേക്കുന്നത്. പെർഫോമൻസ് അപ്ഗ്രേഡ്സ് ചെയ്യാനുള്ള പ്ലാനുകളോ ചില വണ്ടികളിൽ പറ്റുമെന്ന് പറയുന്നു. അതെന്താണ് അതിന്റെ ഒരു? അത് ഇതിന്റെ ECM ലോക്ക്ഡ് ആണ് ആക്ച്വലി. ഫോർച്യൂണറിന്റെ ECMs ലോക്ക്ഡ് ആണ്. അപ്പം അത് ഓപ്പൺ ചെയ്താൽ, ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞത്. ഓപ്പൺ ചില വണ്ടികൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ചില ചേസസ് നമ്പറിൽ വരുന്ന വെഹിക്കിൾസിനാണെന്ന് തോന്നുന്നു. അത് അവർക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് അത് ചില വണ്ടികൾ ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇത് ഡെയിലി യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ സുഖമായിട്ട് പറ്റും. എവിടെയും കൊണ്ട് കേറ്റാം. അതെ, ഇപ്പൊ ഈ സൈഡൊക്കെ ഇറങ്ങിയാലും വണ്ടിക്കൊന്നും ഇല്ല. അതെ, കട്ടിങ്ങിലൊക്കെ സ്ലാബ്സ് ഒക്കെ കയറ്റിയിടാം, സ്റ്റെപ്പൊക്കെ ആണെങ്കിലും കയറ്റാം. ഒരുമപ്പെട്ട ഈ തിട്ടകളൊക്കെ കയറിയിരുന്നോളും. നമ്മള് ചില സ്ഥലത്തൊക്കെ പാർക്കിംഗ് ഇല്ലെങ്കിലും എവിടെങ്കിലും ഒക്കെ കുത്തിക്കയറ്റി ഇടാം. പിന്നെ ഒരു CVT ഉള്ള പോലെ ചെറിയൊരു റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു വലിച്ചില് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു കാര്യമാണ് ഗിയർ ബോക്സിന്റെ കാര്യത്തിലുള്ളത്. സോ അതൊക്കെയായിരുന്നു നമുക്ക് ഫോർച്യൂണർ 4x4 2017 മോഡലിന്റെ ആഫ്റ്റർ മോഡിഫിക്കേഷന് കിട്ടിയ എക്സ്പീരിയൻസുകളെ പറ്റി പറയാനുണ്ടായിരുന്നത്. നമ്മുടെ കൺക്ലൂഷൻ ഫുട്ടേജ് മിസ്സായിപ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ മഹേഷ്, വളരെ നന്ദി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നു, നല്ല ലൊക്കേഷനിലൊക്കെ കൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ഫോർച്യൂണർ യൂസേഴ്സും ഫോർച്യൂണർ പ്രേമികളും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.